2025 PGWP എക്സ്പയർ ആവുന്നവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഈ രാജ്യം വിടണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് കാനഡയിലേക്കൊരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയും അതിനുശേഷം അവർ നല്ലൊരു കോളേജ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ അവർ പഠിക്കാൻ കയറുക എന്നുള്ളതാണ്. വൺസ് ആ പഠനത്തിന് ശേഷം അവർ ഗ്രാജുവേറ്റ് ആയിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു PGWPക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. PGWP എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റാണ്. അതായത് ഏകദേശം കാനഡയിൽ 1 വർഷം തൊട്ട് 3 വർഷം വരെ പഠനശേഷം നിൽക്കാനുള്ള ഒരു അനുമതിയാണ്. അങ്ങനെ ആ സമയത്ത് അവർ കാനഡയിൽ ഒരു ജോലി ചെയ്ത് ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതാണ്. വൺസ് ആ എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം ഒരു PR-ന് വേണ്ടി അവർ അപ്ലൈ ചെയ്യുകയും അതിനുശേഷം ഇവിടെ കാനഡയിൽ സെറ്റിൽ ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നിൽ ഒരു CEC കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഒരു PNB നോമിനേഷൻ വഴിയോ എക്സ്പ്രസ് എൻട്രി കൂടെ അവർക്കൊരു PR ആയിരുന്നു നേടിക്കൊണ്ടിരുന്നത്. എന്നാൽ 2025 ശേഷം ഈ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒക്കെ വളരെ കൂടിയത് കാരണം ഈ CECയിലോ അല്ലെങ്കിൽ PNB നോമിനേഷനിലോ ഉള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുകയും അത് ഏറ്റവും ഇത്രയും നാളും കാനഡയിലുള്ളതിൽ തന്നെ ഏറ്റവും റെക്കോർഡ് ഹൈ ആവുകയും ചെയ്തു. 2025 കാനഡയുടെ പുതിയ റൂള് പ്രകാരം PGWPക്ക് ശേഷം ഒരു രീതിയിൽ അവർ എക്സ്റ്റൻഷൻ തരത്തില്ല എന്നുള്ളതാണ്. അത് കാരണം തന്നെ എന്ന് PGWPയുടെ ആ പീരീഡ് തീരുന്നോ ആ നിമിഷം തന്നെ കാനഡ വിട്ട് സ്വന്തം രാജ്യത്തേക്ക് പോയിക്കോണം എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത് തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടിയതും അതേപോലെ തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അവരുടെ റൂളുകളെല്ലാം ചേഞ്ചായി എന്നതുമാണ്. പാൻഡമിക്കിൻ്റെ സമയത്ത് കാനഡ ഗവൺമെൻറ് PGWPന് ശേഷം ഇവിടെ നിൽക്കാൻ ഒരു സ്പെഷ്യൽ അനുവാദം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ പേരായിരുന്നു 18 months എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ആ പാൻഡമിക് സമയത്ത് ആപ്ലിക്കേഷനിലൊക്കെ ഒത്തിരി ബാക്ക്ലോഗ് വരികയും ഒക്കെ ചെയ്തത് കാരണം PGWPയുടെ ശേഷവും അതായത് കാനഡ വന്ന് ഏകദേശം 5 വർഷത്തിന് ശേഷവും അവർക്ക് PR കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18 മാസം അതായത് ഏകദേശം ഒരു 1.5 വർഷം വരെ കാനഡയിൽ വീണ്ടും ഇവിടെ നിൽക്കുകയും ആപ്ലിക്കേഷനൊക്കെ വീണ്ടും സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. അത് കാരണം എന്തെങ്കിലും സാധ്യതകൾ അതായത് PR കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം അവർക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയിരുന്നു. എന്നാൽ 2024 ഈ റൂൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുകയും PGWPക്ക് ശേഷമുള്ള എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയുകയൊക്കെ ചെയ്തു. 2025 ഇപ്പോൾ നിൽക്കുമ്പോൾ PGWPക്ക് ശേഷം ഇപ്പോൾ യാതൊരു എക്സ്റ്റൻഷനും ഇല്ലാത്ത കാരണം തന്നെ ഗവൺമെൻറ് ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് പോയിക്കോണം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല 2023 അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ CRS മിനിമം സ്കോർ എന്ന് പറയുന്നതിന് 510 525 ഒക്കെ ആവാൻ തുടങ്ങി. നല്ല രീതിയിലൊരു ലാംഗ്വേജ് കപ്പാസിറ്റി ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പോലും അച്ചീവ് ചെയ്യുന്ന ഒരു സ്കോറിനേക്കാളും മുകളിലാണ്. ഇതുകൂടാതെ തന്നെ കാനഡയിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനശേഷം ഒരു PGWPക്ക് എലിജിബിൾ അല്ല എന്നൊരു റൂൾ അവർ കൊണ്ടുവരികയുണ്ടായി. ഈ റൂൾസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കാനഡയിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യാനാണ് എന്ന് പറയുമ്പം പോലും പല വിദ്യാർത്ഥികളും പല സ്വപ്നങ്ങളുമായിട്ട് കാനഡ വന്നവർക്ക് ഇതെല്ലാവരും വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. 2021 ഫെബ്രുവരിയിലെ CRS സ്കോർ 75 എന്ന സ്കോർ അവർ പബ്ലിഷ് ചെയ്യും. അന്ന് 27,000 പേർക്കായിരുന്നു ഒറ്റയടിക്ക് PR കിട്ടിയത്. ഇത് കണ്ടിട്ടായിരുന്നു പല വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നും ഇവിടെ കാനഡയിൽ വന്നത്. പഠനശേഷം PR കിട്ടും, ഈ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റും എന്നൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്. എന്നാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ പുതിയ റൂളുകൾ കാരണം അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിലുള്ളവർക്ക് പോലും PR കിട്ടാനുള്ള സാധ്യത വളരെയധികം മങ്ങി. ഇപ്പോൾ കണ്ടുവരുന്നത് കാനഡയിൽ ഈ PGWP ഒക്കെ എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതാണ്. കാരണം ഏത് നിമിഷവും അവർക്ക് അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവും എന്ന് കണ്ടിട്ട് ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ആ ഓഫീസിലേക്ക് പുതിയ ആൾക്കാരെയാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PGWP ഒക്കെ എക്സ്പയർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒരു വിസിറ്റിംഗ് വിസ അവർ സംഘടിപ്പിച്ചിട്ട് ഒരു 6 മാസത്തെ പീരീഡ് കാനഡ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഈ 6 മാസം സമയം എന്ന് പറയുന്നത് അവർക്ക് ഒരു കാരണവശാലും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നിരിക്കെ കൂടി ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു PR സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ഈ വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് കാനഡയിൽ തുടരുന്നത്. മാത്രമല്ല ഈ സമയത്ത് തന്നെ പല ആൾക്കാരും ഇല്ലീഗലായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം, ഒരു വിസിറ്റിംഗ് പീരീഡ് സമയത്ത് അവർ നേരത്തെ ഇവിടെ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആയിരുന്നെങ്കിൽ പോലും ഒരു വിസിറ്റിംഗ് വിസ പീരീഡിൽ അവർക്ക് ഒരു കാരണവശാലും കാനഡയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പല ആൾക്കാരും ഇതിനു മുമ്പ് ഈ 5 വർഷമൊക്കെ നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ അവർ പല സ്ഥലത്തും ഒരു അണ്ടർ ദ ടേബിളായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കത്തില്ല ആ പൈസ വരുന്നത്, അതിന് പകരം ഒരു ക്യാഷായിട്ടായിരിക്കും അവർക്ക് പൈസ കിട്ടുന്നത്. അങ്ങനെ
ചെയ്യുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ബേബി സെറ്റിംഗ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇല്ലീഗലായിട്ടുള്ള ജോലി ചെയ്യുന്നവരാവാം. അങ്ങനെയൊക്കെയാണ് ഇപ്പം പല ആൾക്കാരും ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് ഇപ്പം കാനഡയിൽ തുടരുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് വരെ നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ ഇൻഷുറൻസോ അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സപ്പോർട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിസിറ്റിംഗ് പീരീഡിൽ നിൽക്കുമ്പോൾ നിങ്ങളെന്തെങ്കിലും ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുമ്പോൾ വർക്ക് പ്ലേസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മറുസൈഡ് എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഉള്ള എംപ്ലോയേഴ്സിനെ ഇത് വളരെ രീതിയിൽ മോശമായിട്ട് ബാധിക്കും. കാരണം അവർ വളരെയധികം ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള പല ആൾക്കാരെ ഇവിടെ ജോലിക്ക് കയറിയതും മാത്രമല്ല അവരൊരു നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ആ കമ്പനിക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള പല എംപ്ലോയീസിനെയാണ് ഈ കാനഡയിലുള്ള എംപ്ലോയേഴ്സിന് നഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല ആ കമ്പനിക്ക് നഷ്ടം ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാനഡയുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇങ്ങനത്തെ റൂളുകളൊക്കെ വന്നത് കാരണം കാനഡ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു പേരാണ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണം ഇനി ഫ്യൂച്ചറിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒരു തെള്ളിക്കയറ്റമൊന്നും കാനഡയിലേക്ക് ഉണ്ടാവും എന്നാരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഈ മാസം കാനഡയിൽ ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയോട് കൂടി പുതിയൊരു ഗവൺമെൻറ്റിന് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.